തൃശ്ശൂർ പോയാൽ അതിലും കുറച്ച് നമ്മളിവിടെ കൊടുക്കും. അതായത് തൃശ്ശൂരത്തെ മണ്ണുത്തിരിയും വില കുറച്ച് മണ്ണുത്തിക്കുള്ള വില കുറച്ച് നമ്മളിവിടെ കൊടുക്കും. ഞാൻ ഷമീല്, പാലപ്പറ്റാണ് എൻ്റെ വീട്. ഞാനിവിടെ സ്ഥിരം കസ്റ്റമറാണ്. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഞാനൊരു 20 സെന്റോളം ഫുള്ള് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് മൊത്തം ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ എടുത്ത്. അതായത് ഇവിടുത്തെ ഒരു തൈകളെ കുറിച്ച് അതേപോലെ റേറ്റും തമ്മിൽ എങ്ങനെയുണ്ട്? ഒരു നല്ല തൈകളാണ്. ഏതും എടുത്തിട്ട് എനിക്ക് എന്തില്ല മോശം അഭിപ്രായം ഇതുവരെ എനിക്ക് കായ്ക്കാതെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എല്ലാം വെച്ചത്. പിന്നെ റേറ്റും മാന്യമായ റേറ്റാണ്. ഈ ഒരു ഏരിയയിൽ കാണുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല റേറ്റും അതിനുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതായത് ബഷീർക്ക് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ റിസൾട്ടും കാര്യങ്ങളും തൈകൾക്ക് കിട്ടുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം ഹാപ്പിയാണ് തീർച്ചയായും. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. ബഷീർക്ക, അപ്പൊ നമ്മള് കുറെ ദിവസമായി ഇവിടുത്തെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട്, അപ്പൊ നമുക്കൊന്നൊരു അടിപൊളി വീഡിയോ ചെയ്യാം. കുറച്ച് ഓഫറുകളൊക്കെ കണ്ട് ഉൾപ്പെടുത്തല്ലേ? എന്തൊക്കെയാ നമുക്ക് ഓഫറിലേക്ക് തന്നെ തുടങ്ങാം. പ്ലാവത്തൈ ഏതാ വെറൈറ്റി വരുന്നത്? വിയറ്റ്നാം സൂപ്പർ അല്ലേ? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടി. ഒരു വർഷം കഴിഞ്ഞാൽ എങ്ങനെ സൈസ് ഒന്ന് എടുത്ത് പിടിക്കോ? നല്ല തൈകൾ തന്നെ. എന്താ നമ്മളിപ്പോ ഓഫറിൽ എത്രയ്ക്ക് കൊടുക്കുക? ഇത് 130 റുപ്യ 10 ദിവസം ഓഫറാക്കി കൊടുക്കും. 10 ദിവസം ഓഫർ, അതായത് 150 കൊടുക്കണാണ്. 130 കൊടുക്കുക. ഇനിയിപ്പോ അതിന്റെ ചെറിയ തൈകൾ വേണമെങ്കിലോ? അതിന്റെ ചെറുത് ഇപ്പം ഓൾറെഡി ഇല്ല, 60 ഒക്കെ ഉണ്ടായിന്. 130 ഇപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ. ഓക്കെ, പിന്നെ വേറെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അതിന്റെ വലുത് വരുന്നുണ്ടല്ലേ? ചക്കലൊക്കെ കഴിഞ്ഞോ. ഓക്കെ, ഇതൊക്കെ എത്രയ്ക്കാ നമുക്ക്? നമ്മളൊരു ഓഫർ 600 കൊടുക്കാം. 600 കൊടുക്കാം. ഇത്രയും വലുത്. ഇതിനൊക്കെ റിസൾട്ട് ഒക്കെ സംഭവം ഇതിൽ ചക്ക ഉണ്ടായിന്, ഇഷ്ടംമാതിരി ഉണ്ടായിന്. ഇതിപ്പോ ചക്ക തന്നെയല്ലേ? അത് കായ് പൊടിക്കാൻ വേണ്ടിയാണ്. ഇത് കായ്ക്കണ തന്നെയാണ്. ഇത് കായ്ക്കുന്നതല്ലേ? ഇതില് ഈ സ്മൂത്ത് ആയിട്ടുള്ള, അതായത് തരിതരി ഇല്ലാത്തതല്ലേ പിടിക്കാത്ത പൊടിക്കാത്ത ഈ സാധനം അതല്ലേ പിടിക്കാത്തുള്ളൂ. അപ്പൊ ഇത് പിടിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇതുണ്ടായിന്, ഇഷ്ടംമാതിരി കാഴ്ച ഉണ്ടായിന്. അത് കഴിഞ്ഞ ഇത് ഒറിജിനൽ കുറ്റിയാടിയാണ്. നമ്മളിപ്പോ കാട്ടിക്കണേ. അപ്പൊ ഫോട്ടോ എടുക്കാൻ മറന്നു. നമ്മളിപ്പോ 2000 തേങ്ങ ഇപ്പൊ കൊണ്ടുവന്നിക്കണേ. നമ്മളിവിടെ മുളപ്പിക്കാം കൊണ്ടുവന്നിക്കണേ. ഇതിപ്പോ നമ്മൾ കുറ്റിയാടി തന്നെയാണ്. നമ്മളിപ്പോ ഈ അടുത്ത വർഷത്തേക്കല്ലോ നമ്മൾ തേങ്ങ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ എടുക്കണെങ്കിൽ അപ്പുറത്താണ്, കുറച്ച് പോണം. കുറ്റിയാടി തെങ്ങിന്റെ എന്താ പ്രത്യേകത തന്നെ? തേങ്ങ നമ്മളെ നാടൻ തെങ്ങിൽ ഏറ്റവും മുന്തിയ തെങ്ങ് തന്നെയാണ്. കൃഷി ചെയ്യാൻ പറ്റിയത്, കൃഷിക്ക് പറ്റിയ സാധനം. മറ്റേ കുള്ളനൊക്കെ 1ഉം 2ഉം ഒക്കെ വെക്കാന്നല്ലാതെ കൃഷിയായിട്ട് നമ്മൾ തുടങ്ങിയതുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും തേങ്ങ അരക്കാനൊക്കെ കിട്ടണമെങ്കിൽ ഇതന്നെയാണ് ഏറ്റവും നല്ലത്. ഹോൾസെയിൽ കൊടുക്കാനാണെങ്കിൽ കൊടുക്കാല്ലേ? ഉണ്ട്. ഇത് എങ്ങനെ റേറ്റ് തന്നെ? ഇതിപ്പോ നമ്മൾ ചില്ലറ കൊടുക്കണത് 220-നാണ്. 220. പിന്നെ ഹോൾസെയിൽ വരുമ്പോ ചെറിയ മട്ടത്തിൽ വ്യത്യാസം ആൾക്കനുസരിച്ചൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല, എടവണ്ണ, മുണ്ടേങ്ങര കാർഷിക നഴ്സറി. അപ്പൊ സാധാരണ നമ്മൾ വീഡിയോന്റെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നമ്പർ കൊടുക്കണ്ടല്ലോ? വേണ്ട, പിന്നെ നമ്മള് അയച്ചു കൊടുക്കൂല കേട്ടോ. അയച്ചു കൊടുക്കൂല, നമ്പറും ഇല്ല. ഡയറക്റ്റ് വരാനുള്ള ലൊക്കേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിലോട്ട് കൊടുക്കാം. ഇഷ്ടംമാതിരി നല്ല തൈകളുണ്ട്. വരാണ്ട് കേട്ടോ, ലോഡ് ഇപ്പൊ വരാണ്ട്. അതൊക്കെ ഒരു വീട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറയുന്നത്. അത്ര അടിപൊളി ഒരു ഫ്രൂട്ടും കൂടിയാണ്. ഉണ്ടാവും, വലിയ മരാവില്ല. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 300 രൂപ. 300 രൂപ. അപ്പൊ സാധാരണ നമ്മള് തൈകളാട്ടോ, വലിയ തൈകള്, ഈ ഒരു വലിപ്പമുള്ള തൈകളല്ലേ സാധാരണ നമ്മള് വീടിന്റെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം വേണോ? നമ്പർ ഉണ്ടല്ലോ? നമ്പർ വേണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കാം. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വിളിക്കാം. നല്ല ആൾക്കാർ വിളിക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കാം കേട്ടോ. കൊറിയർ സർവീസോ കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബഷീർക്ക്, അപ്പൊ നമ്മളെ ഇത്തവണ ബോഗൻവില്ല നമ്മളെവിടെയും അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഒരുവിധം വെറൈറ്റീസ് എല്ലാം വന്നിട്ടുണ്ടല്ലേ? എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ടല്ലേ? റൂബി റെഡ് ഉണ്ട്, പിന്നെ പ്ലെയിൻ റെഡ് ഉണ്ട്. ഇതൊക്കെ അടിപൊളിയാണല്ലോ. ഇത് അധർണാണ്. ഇത് വില കൂടുതലാ. വില ഉണ്ടല്ലേ? അധർണാറിനൊക്കെ ഇതാണ്. അധർണക്കൊക്കെ നല്ല വിലയാ. അപ്പൊ നമ്മള് ഏതാണ്ട് എത്ര രൂപ മുതലുണ്ട് നമ്മുടെ അടുത്ത്? 100 രൂപ മുതലുണ്ട്. 100 രൂപ മുതലുള്ള ചട്ടിയിലുണ്ടല്ലേ? ഇനിയിപ്പോ അതാ കുറച്ച് മോഹവിലൊക്കെ വേണമെങ്കിൽ അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നാംടോക്കുമായി കേട്ടോ, നല്ലോണം കായ് പിടിച്ചിട്ടുണ്ട്. നോക്കി കണ്ടോ? ഓ, പിന്നെ അതിലൊക്കെ ഉണ്ടേ. ഡ്രമ്മിൽ നമ്മളിവിടെ സെറ്റ് ചെയ്താണ്. ഇത് നമ്മളെ ഡ്രമ്മും അതുമല്ല, ഇത് നമ്മളെ ക്വാളിറ്റിയുള്ള ഡ്രമ്മുമാണ്. ഉണ്ടല്ലോ, നല്ല അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കായ്. അപ്പൊ ഇതൊരു മോഹവിലയാവും. മോഹവില പറഞ്ഞാൽ നമ്മള് എല്ലായിടത്തും മട്ടത്തിലുള്ള ഒരു വില.
തൃശ്ശൂർ പോയാൽ അതിലും കുറച്ച് നമ്മളിവിടെ കൊടുക്കും. അതായത് തൃശ്ശൂരത്തെ മണ്ണുത്തിരിയും വില കുറച്ച് ഇവിടെ കിട്ടും. മണ്ണുത്തിക്കുള്ള വില കുറച്ച് നമ്മളിവിടെ കൊടുക്കും. നമ്മളിവിടെ കൊടുക്കും. ബഷീർക്ക് ഇപ്പൊ എന്താ ഈ കാണുന്നത്? അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ജബോട്ടിക്കാണല്ലോ. അതെ, ഇതിപ്പോ നിങ്ങൾ കൊടുക്കാൻ വെച്ചാൽ അതോ മദർ പ്ലാന്റ് അതിലേറെ വലുതൊക്കെ ഉണ്ടായിനി. ഇപ്പൊ നമ്മള് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാട്ടി കൊടുക്കാം നമുക്ക്. പോകുമ്പോ കാട്ടി കൊടുക്കാം. ഇത് അടിപൊളിയായിട്ട് നിൽക്കണേ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയൊരു വില വരുമോ? അത്യാവശ്യം ഓവറല്ല, ഓവറിനൊന്നും വില ഉണ്ടാവില്ല. ഓവറൊന്നും വരില്ല, ഒരു മിതമായ നിരക്കില്. ഇതൊക്കെ കായില്ല കേട്ടോ, ഇതൊക്കെ പോട്ട് തന്നെയാണ്. ഇനിയിപ്പോ അതിന്റെ ചെറുതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല, കഴിഞ്ഞതാണ്. ഇതൊക്കെ ഫ്ലവറാണ്. ഇത് പിന്നെ അതിന്റെ തായലാണ്. ഇതൊക്കെ നമുക്ക് 1500 റുപ്യക്ക് കൊടുക്കാട്ടോ. ഈ സൈസിലുള്ളത് നമുക്ക് 1500 റുപ്യ വരുള്ളൂ. വലിയ തൈകളാട്ടോ. ഇതിപ്പോ ഏറ്റവും ചെറുതൊക്കെ എത്രയൊക്കെയാ? ചേർത്ത് 300 രൂപ കേട്ടോ. ഇതൊക്കെ പുറത്ത് കൊടുക്കണ ഇതൊക്കെ 450 റുപ്യക്കാണ് കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ 300 റുപ്യ കൊടുക്കല്ലേ? 300 റുപ്യക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു ഓഫർ എന്നല്ല, എനിക്ക് ഈ 80 രൂപക്ക് കൊടുക്കാട്ടോ. 80 റുപ്യക്ക് ബുഷ് ഓറഞ്ച് അല്ലേ? ബുഷ് ഓറഞ്ച് അത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് അടിപൊളിയായിട്ട് കാഴ്ച കിട്ടുന്ന ബുഷ് ഓറഞ്ച്. ഇത് നമ്മളൊരു ഓഫർ എന്നൊക്കെ ഒരു 10 ദിവസം ഓഫർ 100 റുപ്യക്ക് കൊടുക്കാം. 100 റുപ്യക്ക് കൊടുക്കാം റംബൂട്ടാന്. ഇതുവരെ ആരും കൊടുക്കാത്തൊരു ഓഫർ അല്ലേ? NIT റംബൂട്ടാന് ഇവിടെ ഉണ്ട് സാധനങ്ങൾ. 100 രൂപ ഈ കണക്കിന് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് ക്വാർട്ടർ കോണ് മാവാട്ടോ. ക്വാർട്ടർ കോണോ? നല്ല കായോട് കൂടിയില്ല തന്നെ. നമുക്ക് ഇത്ര വലിയ പ്ലാന്റ് ഒക്കെ എത്രയ്ക്ക് കൊടുക്കുക? അടവണ്ണം കണ്ടില്ലേ? 800 രൂപയുള്ളൂ കേട്ടോ. ഈ സൈസുള്ള പ്ലാന്റിന് 800 രൂപ ഉള്ളൂ. 800 രൂപ മാങ്ങോട് കൂടി നമുക്ക് ക്വാർട്ടർ കോണ് കൊടുക്കട്ടോ. ഇത് കംബോഡിയൻ ചാക്ക്. വിയറ്റ്നാമിന്റെ എല്ലാവരും ഒന്നും കൂടി സാറാണ് അറിയുന്നുണ്ട്. ഓക്കെ, ഈ ഹൈറ്റ് ഉള്ള പ്ലാന്റ് എത്രയ്ക്കാ? 800 കൊടുക്കാം. 800 കൊടുക്കാം. ആ റേറ്റേ വരുള്ളൂ അല്ലേ? ഇത് ബനാന സപ്പോർട്ടോ കേട്ടോ. അടിപൊളി ഒരു പ്ലാന്റ് ആണല്ലോ. ഇതൊക്കെ എങ്ങനെ നമ്മൾ ചോദിക്കണേ? ഇത് നമ്മൾ 300 രൂപ കൊടുക്കണം. ഇത്ര ഹൈറ്റുള്ള പ്ലാന്റ് കൊടുക്കാൻ കഴിയൂല. 300 നമ്മൾ കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കൊടുക്കും. ഈ മാർച്ച് 5 വരെ നമ്മൾ 5-ാം തീയതി വരെ കൊടുക്കും. കൊറിയർ സർവീസ് ഒന്നും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് വന്ന് പിക്കപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ക്വാണ്ടിറ്റി സംഭവം ഇവിടെ ഉണ്ട്. ഇത് ട്രോപ്പിക്കൽ ബട്ടറാണ് കേട്ടോ. ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ കായ്പിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. കായ്പിച്ചിരിക്കണേ. അപ്പൊ ഇതിന്റെ തൈകൾ നമുക്ക് കൊടുക്കണം. തൈകളുണ്ട്, ഇഷ്ടമായിട്ടുണ്ട്. ബടിയുണ്ട്, അവിടെ മുകളിലാക്കണം. ഇതൊക്കെ ഉണ്ട്. നല്ല തൈകളാണ്. അല്ല ബഷീർക്ക്, അപ്പൊ ഈ ചട്ടിയിൽ വെച്ച് നിങ്ങൾ കൊടുക്കുവോ ചോദിച്ചാല്? ചട്ടിത്തെ കൊടുക്കാൻ മനസ്സമ്മതാണ്ട് വരുന്നില്ലല്ലേ? മദർ പ്ലാന്റ് ആയിട്ടേ വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ റിസൾട്ട് നമുക്ക് ഇത് കണ്ടാൽ തന്നെ റിസൾട്ട് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഈ സെയിം ക്വാളിറ്റി ഉള്ള തൈകളാണ് ഈ ഇരിക്കുന്നത്. ബഷീർക്ക് എങ്ങനെ റേറ്റ് വരുന്നേ? 350 വരുള്ളൂ. അപ്പൊ ആ റേറ്റിന് മാർച്ച് 5 വരെ നമുക്ക് കൊടുക്കാം. സാധനം നമുക്ക് എടുത്തിട്ടുണ്ടാവും. പൂവിട്ട് നിൽക്കുന്ന നമ്മളെ റംബൂട്ടാന് NIT നമ്മൾ ചോദിക്കണ എങ്ങനെ? ലാസ്റ്റ് 1,300 കൊടുക്കുക. ഈ മാർച്ച് 5 വരെ മൊത്തം കൊടുക്കല്ലേ? ഇത് ഓഫറൊന്നല്ല, ഇവിടെ വന്ന സാധനം ഉണ്ടാവും. നമ്പർ കൊടുക്കണ്ടല്ലോ നമുക്ക് ഇത്തവണ? നമ്പർ വേണ്ട വയ്യ. രാത്രി 1 മണി വരെ ബഷീർക്കേക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറക്കൊന്നും ശരിയാവണില്ല എന്ന് അറിയണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്രാവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ കാലാപ്പാടി നിൽക്കുന്ന കേട്ടോ. അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. ഇതൊക്കെ എങ്ങനെ കൊടുക്കണേ? 850 റുപ്യ വരുള്ളൂ അല്ലേ? സാധാ നമ്മളെ നോർമല് പോവാ. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ കണ്ട റംബൂട്ടാൻ ഇത് ഒന്നൊന്നല്ല കേട്ടോ. ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഇതേപോലെ പൂവിട്ടിട്ട് ഇതൊക്കെ നമുക്ക് 1300 കൊടുക്കാം അല്ലേ? അത് അടിപൊളി ബുഷായിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ. ഒന്നാമത് കൂട്ടിയിട്ടാണല്ലോ ഇവിടെ. ഓക്കെ. അതേപോലെ ഡ്രമ്മിൽ ഒരുപാട് മാവുകൾ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് നമുക്ക് വരും? ഒരു എസ്റ്റിമേഷൻ, അതായത് കായുള്ളത് ഡ്രമ്മിലുണ്ട്. എന്റെ ബഷീർ ഇതെന്താ സംഭവം? ഇത് നാംഡോക്കുമായി വെക്കണത് എന്താ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കാം? വലിയ റേറ്റ് ഒന്നും വാങ്ങൂല. 6000 രൂപക്ക് നാംഡോക്കുമായി ഇതേപോലെ കൊല കുത്തിയിട്ട് മാങ്ങക്കണത്. അടിപൊളി കേട്ടോ. 6000 റുപ്യ കൊടുക്കല്ലേ? ഇത് അടിപൊളി റേറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോ എങ്ങനെ? ഇത് കാട്ടിമൂണല്ലേ? ഡ്രമ്മോട് കൂടെ 2500 ഡ്രമ്മോട് കൂടെ നമ്മൾ കൊടുക്കും. മാവിന്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ ഏതാ? കാലാപ്പാടി.
3000 രൂപയ്ക്ക് മാങ്ങ ഉണ്ടാവുമല്ലോ 1 കിലോന്. 1 കിലോന് കൂടുതൽ മാങ്ങ ഉണ്ടാവും. ഇതിന്റെ അടുത്തുണ്ടല്ലോ എല്ലാം ഇതാ മാങ്ങ പിടിച്ച് കേട്ടോ. കൊമ്പൊക്കെ പൊട്ടാനായിക്കുന്നുണ്ടല്ലോ. ഓ അടിപൊളി അടിപൊളി. ഇതൊക്കെ എങ്ങനെ 3 റുപ്യന്നെ? 3 റുപ്യ ഡ്രമ്മില്. ഇത് കവറിലുണ്ട്, അത് നമുക്ക് 2000 രൂപ കൊടുക്കാം. ഇത് റിസൾട്ട് ഉള്ള തന്നെ കവറിലുണ്ട്. ഇതൊക്കെ 3 ആണോ? 3000 റുപ്യ വരുള്ളല്ലോ. ഇത് അത്രയും വലിയ പ്ലാന്റ്. ഇത് ബനാന മാങ്ങ ഉണ്ടോ? ബനാന മാംഗോ അല്ലേ? ആ, നല്ല റിസൾട്ടാണ്, നല്ല മാങ്ങയാണ്, നല്ല വലിയ മാങ്ങ കഴിക്കാനും. അവിടെ ഉണ്ട് അപ്പുറത്തെ തൈമ 2 ഇതൊക്കെ കടവണ്ണം കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളെ മുണ്ടേക്കര കാർഷിക നഴ്സറി സാധനം റെഡിയാണ്. വരിക എടുക്കുക കൊണ്ടുപോകല്ലേ. ബനാൻ്റെ ഒക്കെ കടവണ്ണം നോക്കുക. ഒന്നിപ്പോ ഒരാൾ കുടിച്ചാലും അടങ്ങൂല. അപ്പൊ ഇത്തവണ എല്ലാ തവണയും നമ്മൾ വീഡിയോന്റെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കാറുണ്ട്. ഇത്തവണ ആരും കമന്റിലായി ചോദിക്കേണ്ട. കാരണം നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി 1 മണി വരെ ബഷീർക്ക് കോൾ വന്നിട്ട് ബഷീർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കൊറിയറോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് വന്ന് പിക്കപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടേ. ഇവിടെ ഏതാ ബഷീർക്ക? ഇത് RT2 അല്ലേ? പ്ലാന്റ് ഒക്കെ അയച്ചിട്ടില്ല കേട്ടോ. അയച്ചിട്ടില്ല. ഈ വർഷം ഇപ്പൊ അടുത്ത് ഒരു 6 മാസമായിട്ടുണ്ടാവില്ല ട്രംപ് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത വർഷത്തേക്കൊക്കെ മാങ്ങയാവും. കവറിൽ വെച്ചിട്ട് ഇതേപോലെ മാങ്ങകൾ നിൽക്കുന്ന കാലപടി നമുക്ക് എത്രയ്ക്ക് കൊടുക്കണേ? 2500. 2500 കൊടുക്കല്ലേ? 1 അല്ല 2 അല്ല 3 അല്ല, എത്ര വേണമെങ്കിലും സാധനം ഇവിടെ ഉണ്ട്. ഈ നിക്കണതൊക്കെ അതാണ് കേട്ടോ. നമ്മളെ മാംഗോസ്റ്റിൻ കായത്, അതായത് ഫ്രൂട്ടായി നിക്കണതല്ലേ. നമുക്ക് അവിടെ ഒന്ന് പോകണം. പ്ലാന്റേഷൻ 2 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊക്കെ ഒരു 10 കായ് പിടിച്ചിട്ടുണ്ട്. അവർ വലിയ 2 പ്ലാന്റ് കൊണ്ടുപോയി. ഇതിലേറെ വലിയ പ്ലാന്റ്. റിസൾട്ട് സെറ്റ് ആയിട്ടുണ്ടല്ലേ? റിസൾട്ട് സാറാ. അപ്പൊ ഇതേപോലെയുള്ള പ്ലാന്റുകൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കൊളംബിന്റെ വലിയ വലിയ പ്ലാന്റുകളാണ്. കായില്ലാതൊക്കെ ഏതാണ്ട് ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ വന്നിട്ട് വേണം കായ്കൾ. ആ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇഷ്ടമായതാ. ഒക്കെ നല്ല നല്ല പ്ലാന്റുകൾ. ഇത് ബനാന മാംഗോ കേട്ടോ. ഇതിന്റെ ഇത്രയും കൂടി വൽപ്പന ഉണ്ടാവും. അതൊക്കെ ചെറിയ പ്രായമായിട്ടുള്ളൂ. ഉലാസാനൊക്കെ ഫ്ലവർ ചെയ്ത് കായ് പിടിച്ചാണ് ഇന്നലെ കൊണ്ടുപോയി കായ് പിടിക്കണത്. നല്ല കടവണ്ണല്ല കവറിൽ കേട്ടോ. ഇനിയിപ്പോൾ ഡ്രമ്മിൽ വേണ്ടാത്തവർക്ക് കൊണ്ടുപോകാം. എന്താ ഇനിയിപ്പോൾ ഡ്രമ്മിൽ ഇതാക്കണേ, വലിയ ഫുൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തത് കായോട് കൂടി തന്നെ ഇതാക്കണേ. ഇതൊക്കെ ചെറിയ വിലക്ക് കൊടുക്കും കേട്ടോ. ആൾക്കാർ വരുമ്പോൾ അതിനെല്ലാം റേറ്റ് പറയും. ഇതിൽ ഹോം ഗ്രോണേറെ പുതിയ ഐറ്റം ലോഗനാണ്. നമുക്കിവിടെ റിസൾട്ട് കിട്ടി. അവർ പറഞ്ഞ 2.5 വർഷം, ഇനി അതിൻ്റെ മുന്നേ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 1.5 വർഷമൊക്കെ എൻ്റെ അഭിപ്രായം ആയിട്ടുണ്ടാവുള്ളൂ ഇതിന്. കണ്ടോ ഫ്ലവർ വരുന്നേ ഉണ്ടല്ലോ. ഒക്കെ ഫ്ലവർ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതല്ലേ? ഒക്കെ കൊടുക്കാതെ. നമ്മളിവിടെ ഒരു പ്ലാന്റേഷൻ ചെയ്യണതാണ്. ഇതിൻ്റെ ഓണറാണ്. ഇതാ പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചെയ്തുകൊണ്ട് നിൽക്കണുള്ളൂ. ഒക്കെ ഗ്യാപ്പുണ്ട്. നിങ്ങൾക്കൊക്കെ അഭിപ്രായമൊക്കെ പറയാം. നമ്മളവിടെ നിന്ന് എടുക്കണതും എന്തൊക്കെയാണുള്ളത് പറഞ്ഞോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് കർഷകനാണ്. അതെ. അപ്പോൾ ഇതൊരു പുതിയ വീട് വെക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളെ പഴയ വീട്. അതിലൊരുപാട് പ്ലാൻസും കാര്യങ്ങളും ഇതേപോലെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ തൈനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ തൃശ്ശൂർ അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള തൈയും അതുപോലെ തന്നെ അതിൽ പൈസൻ്റെ പ്രൈസും തന്നെ നല്ലൊരു മാറ്റമുണ്ട്. വളരെ കുറവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹം താല്പര്യമുള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കാനുള്ള മനസ്ഥിതി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ പ്ലാന്റുകളൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതിപ്പോൾ കിട്ടിയ പ്ലാന്റുകളെന്നൊക്കെ പറഞ്ഞാൽ പലതും പൂവിട്ടിക്കണം, അതുപോലെ തന്നെ കായ് വന്നിട്ടുണ്ട്, മാവൊക്കെ തന്നെ മാങ്ങ ഉണ്ടായതുണ്ട്. മറ്റുള്ള പ്ലാന്റുകളൊക്കെ തന്നെ പലതും ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തൈകളൊക്കെ തന്നെ മറ്റുള്ള ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നോ നമ്മൾക്ക് വാങ്ങുമ്പോൾ അതിന് വല്ലാത്തൊരു വിലയാണ് പറയുന്നത്. അപ്പോൾ വിലയിലുള്ളൊരു മാറ്റം, അതുപോലെ തന്നെ തൈൻ്റെ ക്വാളിറ്റി, നമ്മൾ നേരത്തെയൊക്കെ തന്നെ പല റംബുട്ടാൻ്റെയും മറ്റ് മാവും അതുപോലെ തന്നെ ചക്കകളുടെ തൈയൊക്കെ വാങ്ങിയത് മറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ഫലപ്രദമാണ് ഇദ്ദേഹത്തിൻ്റെ തൈകൾ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്.